ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഫുഡിൻ്റെ വീഡിയോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബിരിയാണി വെക്കാനാണ് പ്ലാൻ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളി ഒന്ന് എണ്ണയിലിട്ട് വഴറ്റി. ഇതാണ് ഗോൾഡ് വിന്നറാണ് എണ്ണ. നമുക്ക് വെച്ച് നോക്കാം. വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നൈസായിട്ട് കട്ട് ചെയ്തു. 5 വലിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. നൈസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യണം, എന്നാലാണിത് കറക്റ്റായിട്ട് വരുള്ളൂ. ഓയിൽ നമ്മൾ ആവശ്യത്തിന് കൂടുതൽ ഒത്തിരി ഒഴിച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഇതാ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ ഉള്ളി ചോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോഴേക്കും ഇതാ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം പറയുമ്പോൾ നമ്മളിപ്പോൾ അരി എടുത്തിരിക്കുന്നത് 1.5 കിലോ അരിയാണ്. അപ്പോൾ അതിനുള്ള വെള്ളം 3 കപ്പാ 3 കപ്പ് വെള്ളമാണ്. വലിയ കപ്പിന് 100 ലിറ്ററിൻ്റെ 3 കപ്പ്. നമ്മൾ അരിക്ക് അനുസരിച്ചിട്ടാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ 1.5 കിലോ അരിക്ക് 3 ലിറ്റർ വെള്ളം എന്ന ഒരു കണക്കിലാണ് നമ്മളത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പ്. മെയിനായിട്ട് അതാണ് വേണ്ടത്. ഉള്ളി നല്ല ഫ്രൈ ചെയ്യണം. അതാ നമ്മുടെ അങ്ങനെ ഉള്ളി ഫ്രൈ ആയി. നമ്മളത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേറൊരു പാൻ എടുത്തു. അതിൽ അല്പം നെയ്യ് ഒഴിക്കുക. നെയ്യ് നമ്മളിപ്പോൾ അരി എടുത്തിരിക്കുന്നത് 1.5 കിലോ അരിയാണ്. അപ്പോൾ അത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ചട്ടിയിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ചട്ടിയിൽ നെയ്യ് ആവശ്യത്തിന് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒരു പിടി ഇട്ടാൽ മതി. എന്നിട്ട് അതൊന്ന് നല്ല ജസ്റ്റ് ഒന്ന് വഴറ്റുക. കുറച്ച് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. കരിയാണ്ട് അത് കോരി മാറ്റുക. അത് മാറ്റി വെച്ച് ഇനി അടുത്തത് നമുക്ക് മുന്തിരി, ഉണക്കമുന്തിരി അതൊരു പിടി എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇപ്പം നിങ്ങൾക്ക് ബിരിയാണി വെക്കാനൊക്കെ അറിയായിരിക്കും. എന്നാലും ഞങ്ങളുടെ രീതി എങ്ങനെയാണെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. അത് കോരി മാറ്റി വെച്ചു. ഇനി അടുത്തത് നമ്മളൊരു കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ എടുത്ത് വെച്ചു. ഇത് ചിക്കൻ കുക്കർ നമ്മൾ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. പരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിക്ക് മാറ്റിയതാണ്. 1.5 കിലോ ചിക്കനാണ് ഇതിൽ വാങ്ങിയിരിക്കുന്നത്. ഇതിലിട്ടിരിക്കുന്നത് മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, തൈര് നാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ ഒഴിക്കുക. ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഉപ്പൊക്കെ ഇട്ട് നമ്മൾ പരട്ടി വെച്ചതാണ്. ഒരു 1/2 മണിക്കൂറായിട്ട് നമ്മൾ പരട്ടി വെച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റിയതാണ്. ഇത് ഒക്കെ മസാല പരട്ടുന്നൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇടുക. കുറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ. കുറച്ചേരം 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ കുക്കറിൽ ഇനി നമ്മൾ കുക്കറിലേക്ക് പോവാം. ചിക്കനാണ് വെക്കുന്നത്. ഇപ്പോൾ
കുക്കറിൽ നമ്മളിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു, പട്ട ഗ്രാമ്പ് ഒക്കെ ഇട്ടിട്ട് മറ്റേ ഉള്ളി വഴറ്റിയ എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ആ എണ്ണ തന്നെ ഒഴിച്ച്. അത് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്താണ് ഉള്ളി വതക്കിയ എണ്ണ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടിയിട്ട് ആ ഒരു ബിരിയാണിക്ക് കിട്ടും. എണ്ണയൊന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എണ്ണയും പട്ടഗ്രാമ്പൊക്കെ കുറച്ച് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് കൂടാനുള്ള കാരണം നമ്മൾ ഈ ഉള്ളി വഴറ്റിയതിൻ്റെ എണ്ണ ഒഴിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പറഞ്ഞത് വെച്ചാൽ ഇതാ നമ്മുടെ ആ ചിക്കൻ അതിൽ ഇതാ മെല്ലെ മെല്ലെ ഇടാൻ പോകുന്നു. മെല്ലെ മെല്ലെ ഇടാൻ പോകുന്നു. ഇട്ടു. നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണീൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. നമ്മൾ ചിക്കനാണ് ഇപ്പോൾ വെക്കുന്നത്. ആ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്നായി മിക്സ് ചെയ്യാനുള്ള ഇതിലാണ്. പൊടിച്ചിട്ടിട്ടാൽ മതി. ചിക്കൻ ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയിട്ടാണ് അതിൽ ഉള്ളി ഇടുക നമ്മൾ. അപ്പോൾ ആ ഉള്ളി ഒന്ന് എന്താണ് ആ ചിക്കനിലൊന്ന് പിടിച്ച് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി ഒന്ന് ചൂടാവട്ടെ. കുറച്ച് നേരം അടി പിടിക്കാണ്ട് നമ്മൾ സിമ്മിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഉള്ളി വഴട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറിയ പാനിൽ ഉള്ളി വഴട്ടിയിട്ട് അതിലിട്ടിട്ട് നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ വേറൊരു പാനിൽ ഉള്ളി വഴറ്റുമ്പോഴേക്കും ഇവിടെ ചിക്കൻ ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പത്തിൽ നമ്മൾ വേഗം ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു പാനിൽ ഉള്ളി നമ്മൾ തനിയെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുക്കറിൽ നമ്മുടെ ചിക്കനും റെഡി ആവുന്നുണ്ട്. എന്നിട്ട് അവസാനം ഈ ഉള്ളി എടുത്തിട്ട് ഈ ചിക്കനിൽ വെള്ളം വരുമല്ലോ കുറച്ച്. അതായത് ചിക്കനിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ടാവും. ഇനി ഉള്ളി വഴറ്റിയ ശേഷം ഈ ചിക്കനിൽ ഇടുകയാണ്. ഞങ്ങൾ അങ്ങനെ വെള്ളം ഒഴിക്കില്ല. ഉള്ളി ഇട്ടതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുക. ഇതാ നമ്മുടെ ഏകദേശം ഇതാ ചിക്കനിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, തന്നെ ഇളക്കിയിട്ട് ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇളകി വരികയാണ്. ഇപ്പം അടുത്ത പാനിൽ നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉള്ളി വഴറ്റുന്നതാണ് മെയിൻ. ഉള്ളി കുറച്ച് നേരം വഴറ്റണം. വീഡിയോ എടുക്കുന്ന ഒരു ആവേശത്തിൽ അങ്ങനെ ഉള്ളി ഇടാൻ മറന്നുപോയതാണ്. ഇപ്പം നമ്മൾ വെള്ളം അളന്ന് ഒഴിക്കുകയാണ്. ഉള്ളി ഒന്നും കൂടി പറയാം, 1.5 കിലോ അരിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 3 ലിറ്റർ വെള്ളമാണ് അതിനൊഴിക്കുന്നത്. നന്നായി വെന്തുടയണ്ട കേട്ടോ. ഇനി നമുക്ക് ആ ഉള്ളി വഴറ്റിയ ഉള്ളി ചിക്കനിലിടുക. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി. അത് നമ്മൾ ഇതപ്പോൾ ചിക്കനിലിട്ടു. ചിക്കൻ ജസ്റ്റ് ഒന്ന് നല്ല മിക്സ് ചെയ്ത് ഗ്രേവി ആയിട്ട് ഒന്ന് ചേരണം. ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്, പിന്നെ പട്ടി ഇടാൻ പോവുകയാണ്. നമ്മളൊരു ഗ്യാസിലൊരു പാത്രം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതാ അല്പം എണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ കുറച്ച് ലൈം ജ്യൂസും കൂടി വേണം. അത് അതൊക്കെ ഇട്ടിട്ടുണ്ട്. നാരങ്ങനീര് ഒഴിച്ചു എന്ന് വെച്ചാൽ റൈസ് ഒട്ടില്ല, അതിനാണ് നമ്മൾ നാരങ്ങനീര് ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇവിടെ അധികം വെളിച്ചമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല.
ഇത് നമ്മൾ അളന്ന വെള്ളം അതിൽ ഒഴിക്കുകയാണ്. നമ്മളിപ്പോൾ ഊറ്റി വെച്ച അവിടെ കുതിരാൻ വെച്ച അരി നമ്മൾ വെള്ളം ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വെള്ളമില്ലാണ്ട് എടുക്കുക. ഇതപ്പോൾ ആ വെള്ളത്തിലിപ്പോൾ നമ്മൾ ഒരു നാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട്. അത് അരി ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളി ഇതിലിടുകയാണ്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി നമ്മൾ കുറച്ച് ഒരു പിടി എടുത്തിട്ട് വെള്ളത്തിലിടുകയാണ്. ഒരു പിടി വേണ്ട, കുറച്ച് മതി. നമ്മളതിൽ റൈസ് ഇട്ടു. നമ്മൾ വഴറ്റിയ ഉള്ളി എന്തിനായിട്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അത് ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് മാറും. നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. അരി ഈ ചിക്കനിലും കുറച്ച് നമ്മൾ ഇടണം. നമ്മൾ മാറ്റി വെച്ച അരി നമ്മൾ ആ വെള്ളത്തിലിട്ട് സെറ്റാക്കണം. ഈ വഴറ്റിയ ഉള്ളി ചിക്കനിലിടണം. നമ്മൾ നേരത്തെ ഫസ്റ്റ് വഴറ്റിയ ഉള്ളി നമ്മൾ ഈ ചിക്കനിലിട്ടിട്ട് ജസ്റ്റ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ ആ ഉള്ളി അതുകൊണ്ടാണ് ഒരുപാട് നമ്മൾ എടുത്ത് വഴറ്റിയത്. ഇനി ഒന്നും കൂടി ഇളക്കിയിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി സെറ്റാക്കുക. നമ്മൾ ഇതുവരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ചിക്കനിൽ. ചിക്കനിൽ തന്നെ വന്ന വെള്ളമാണ് ഇതിൽ ഫുൾ കാണുക. ഇപ്പോൾ നമ്മൾ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോകുകയാണ്. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല ചുടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ചുടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നമ്മളിതാ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടു. അരിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ അരിയിൽ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. ഇപ്പോഴാണ് ഉപ്പിടുന്നത്. ആവശ്യത്തിന് നിങ്ങളുടെ പാകത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പിടുക. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാം നിറയെ തെറ്റ് സംഭവിക്കും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് തിരുത്തി തരിക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളിതുവരെ വീഡിയോ എടുത്ത ശീലമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങളിങ്ങനെ ചെയ്തത്. അത് എടി വെച്ചിട്ടാണ് ശരി വീഡിയോ എടുക്കാമെന്നുള്ളൊരു പ്ലാൻ വന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി ചെയ്യണതാവും. കൂടുതലൊരു 75% വന്നാൽ മതി. ബാക്കി അത് ദം ചെയ്യുമ്പോൾ ചിക്കനിലാണ് നമ്മൾ ദം ചെയ്ത് വെക്കുന്നത്. ആ സമയത്ത് വേവും. നമ്മളിപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്. പക്ഷേ നമ്മൾ വിസിലൊന്നും ഇട്ടിട്ടില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടേ ഉള്ളൂ. ഒന്ന് വേകട്ടെ എന്ന് വെച്ചിട്ട്. അതുപോലെ അരിയും നമ്മൾ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് മൂടി വെച്ചിട്ടുണ്ട്. വേകുമ്പോൾ വെള്ളം കറക്റ്റാവും. ഈ ബിരിയാണി വേകുന്ന സമയത്ത് വെള്ളം കറക്റ്റാവും. വെള്ളം കറക്റ്റായിട്ടാണ് നമ്മൾ ഒരു 75% വേകാൻ പാടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചിക്കനിലേക്ക് മാറ്റാം. നമ്മൾ വിചാരിച്ച വേവ് വന്നിട്ടുണ്ട്. ഇനി അതെടുത്തിട്ട് നമ്മളിപ്പോൾ ചിക്കൻ മൂടി വെച്ച ചിക്കനിലേക്ക് നമ്മൾ മാറ്റുക. ചിക്കൻ ഏകദേശം പകുതി വേവ് ആയിട്ടുണ്ട്. അതിൽ വെന്തു. ചിക്കൻ വന്നിട്ട് ചിക്കൻ ഫുള്ളായി വെന്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് മല്ലിയില പുതിനയല്ലേ മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് നമ്മൾ ഇതിൽ വിതറുക. ഇത് ഇട്ടെന്ന് വെച്ചാൽ നമുക്കൊരു ടേസ്റ്റും കിട്ടും. പിന്നെ ബിരിയാണിയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് കമ്മിയാക്കും ചെയ്യും. ബിരിയാണി അരി ഇടണം. നമ്മൾ ഇടുമ്പോൾ ഒരുപാട് അമർത്തിയിട്ട് ഇടാൻ പാടില്ല. മെല്ലെ മെല്ലെ ഒന്ന് വെതറി കൊടുക്കാനേ പാടുള്ളൂ. ഇതിപ്പോൾ കുറേശ്ശായിട്ട് നമ്മൾ ആ അരി അത് ചോറ് ഇതിലിടാണ്. ഇത് അമർത്താൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കാനേ പാടുള്ളൂ. അമർത്തിന്ന് വെച്ചാൽ അത് ഒരു വൃത്തികേടാവും. അപ്പോൾ ചോറ് അമർത്താതെ ഒന്ന് വെതറി കൊടുക്കാനേ പാടുള്ളൂ. ദം ചെയ്യുമ്പോൾ അത് കറക്റ്റാവും. ജസ്റ്റ് ഒന്ന് വെതറ എല്ലാവിടെയും.
നമ്മൾ ഇപ്പോൾ ഇത് കറക്റ്റ് ആക്കിയിട്ട് കറക്റ്റ് ആക്കും. കുറേശ്ശായിട്ട് വിതറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേശ്ശെ വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡൊന്നും ബിരിയാണി നമ്മളിപ്പോൾ ലെവലാക്കി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഫുള്ളായി കുക്കർ ഇളക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ അത് നമുക്ക് അവസാനം അത് സെറ്റാവും. ഇതാ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ച നേരത്തെ ഫസ്റ്റ് നമ്മൾ വഴറ്റി വെച്ച ഉള്ളി നമ്മൾ അതിൽ മേലെ വിതറി കൊടുക്കണം. അത് നമ്മൾ ഇപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുക്കർ നല്ലപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. വിസിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടേ ഉള്ളൂ. അത് തന്നെ ആവും, റെഡിയാവും. നമ്മുടെ ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. കറക്റ്റായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. നമ്മളിപ്പോൾ എന്താണ് അരി എല്ലാം കറക്റ്റ് പാകത്തിലാണ് വെന്തിരിക്കുന്നത്. ഇനി അങ്ങനെ നമ്മൾ ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് ഇളക്കി സെറ്റാക്കാൻ പോവാണ്. മറ്റൊരു പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഒരുപാട് ഉടയ്ക്കാണ്ട് നമ്മൾ മെലാക ഇങ്ങനെ ഇടുക. ഇപ്പം തന്നെ നല്ല മണം വരുന്നത്. ഇളക്കി മറ്റൊരു പാത്രത്തിലാക്കുമ്പോൾ നല്ല മണമാണ് വരുന്നത്. യോജിപ്പിക്കുക. ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് സെറ്റായി യോജിപ്പിക്കുക. ഉടയ്ക്കാണ്ട് എടുക്കുക നമുക്ക്. ഇതാ അപ്പോൾ നമ്മളിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി ഉള്ളി അങ്ങനെ വഴറ്റിയത് ഉള്ളത് കൊണ്ട് നമ്മൾ അത് മേലെയും കൂടി കുറച്ച് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു.